തിരുവനന്തപുരം അമ്പൂരിയിൽ പുലി വലയിൽ കുടുങ്ങി. നെയ്യർ ഡാം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ, RRT ടീം, നെയ്യർ പോലീസ് സ്റ്റേഷൻ CI എന്നിവർ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങൾ ആദ്യം ജനം TVക്ക് ലഭിച്ചു. വിവരങ്ങളുമായി വിനീഷാണ് ചേരുന്നത്. വിനീഷ്, തലസ്ഥാനത്ത് പുലി വലയിൽ കുടുങ്ങിയെന്ന് പറയുമ്പോൾ അമ്പൂരിയിലാണ് സംഭവം. എങ്ങനെയാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? രാഖി, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പുലി കുടുങ്ങിയ സ്ഥലത്താണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് എനിക്ക് പുറകിലായി ആ പ്രദേശത്ത് ഇപ്പോൾ ചെറിയ തോതിൽ ആ സ്ഥലത്ത് ചെറിയ അനക്കമുണ്ട്. ഇവിടെ കുറച്ച് പ്രദേശത്തെ നാട്ടുകാർ കൂടിയിട്ടുണ്ട്. വലിയൊരു ഈ കുന്നിൻ പ്രദേശത്താണ് ഈ പുലിയുടെ സാന്നിധ്യം. നേരത്തെ തന്നെ ഇവിടെ ഉള്ളവർ ഈ പുലിയുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. ഇന്ന് രാവിലെ ഇവിടെ ഞാൻ നിൽക്കുന്ന ഇതൊരു റബ്ബർ തോട്ടമാണ്. ഈ റബ്ബർ തോട്ടത്തിൽ റബ്ബർ വെട്ടാനായിട്ട്, അല്ലെങ്കിൽ രാവിലെ ഇതിൻ്റെ റബ്ബർ വെട്ടാനായി ഈ തൊഴിലാളികൾ എത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ നമുക്ക് ഈ പുലിയെ കാണുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ റേഞ്ച് ഓഫീസറും കൂടി ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം, അദ്ദേഹം DFO വന്നതിന് ശേഷം പ്രതികരിക്കാം എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഇവിടുത്തെ റേഞ്ച് ഓഫീസർ പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കടന്നാൽ നമുക്ക് ഈ മലമുകളിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. കുറച്ച് നാട്ടുകാരും ഇവിടെ കൂടി നിൽപ്പുണ്ട്. അത് അവരുടെ പ്രതികരണവും കൂടി നമുക്ക് ആരായേണ്ടതുണ്ട്. ചേട്ടാ, നിങ്ങളൊക്കെ നേരത്തെ എത്തിയതാണോ? ഇല്ലല്ലേ, അല്പവരെയാണല്ലോ എത്തിയിട്ട് അറിഞ്ഞിട്ട് വന്നതാണ്. ഈ സ്ഥലത്തുള്ള ആൾക്കാരാണോ നിങ്ങൾ? അല്ലല്ല, ഈ സ്ഥലത്തുള്ള ആളല്ല. ഇവിടുമായിട്ട് നല്ല പരിചയമുള്ള ആളാണ്. പുലിയുടെ സാന്നിധ്യം നേരത്തെ ഉണ്ടായിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഉണ്ട്. ക്യാമറമാൻ ഒന്ന് മലയുടെ മുകളിലോട്ടൊന്ന് കയറി വന്നു. ഒന്ന് അപ്പോൾ ഇത് നിങ്ങൾ നേരത്തെ ഇത്ര സാന്നിധ്യം ഉണ്ടായിരുന്നു, ആദ്യമായിട്ടാണ് ഈ പ്രദേശത്ത് കാണുന്നത്. ഇവിടെ കുടപ്പനോട് വാർഡ് മെമ്പർ കഴിഞ്ഞ ഏതാനും മാസം മുമ്പ് റോഡ് ബൈക്കിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ പുലി റോഡ് ക്രോസ് ചെയ്തെടുത്ത് ചാടിയെന്നുള്ളൊരു അറിയിപ്പുണ്ടായിരുന്നു. പക്ഷേ ഫോറസ്റ്റുകാർ ഇവിടെയൊക്കെ തിരയുന്നുണ്ട്. പകലൊന്നും കാണാതെ രാത്രി ഇറങ്ങി ഇര പിടിക്കുന്നു, എന്നിട്ട് മാളത്തിലേക്ക് പോകുന്നതായിരിക്കണം ഇതിനെ കാണാത്തത്. എന്തായാലും വനത്തിൽ നെയ്യാർ ഈ ഫോറസ്റ്റിനകത്ത് പുലിയുടെ സാന്നിധ്യം മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇത് ഒന്നല്ല, ഒരുപാട് എണ്ണം ഉണ്ടെന്നുള്ളതാണ് അറിവ്. പക്ഷേ പരസ്യമായിട്ട് ജനങ്ങൾ വാസിക്കുന്നിടത്തേക്ക് ഇന്ന് ആദ്യമായിട്ടാണ് ഇവിടെ വന്നിങ്ങനെ നേരിൽ കണ്ടിങ്ങനെ ഒരെണ്ണം കുരുങ്ങുന്നത്. ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളവരുണ്ട്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ കണ്ടിട്ടുണ്ട്, ഉൾവനത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത്. രാഖി, ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ നാട്ടുകാരെ ഇവിടെ നിന്ന് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും പോലീസൊക്കെ ഒഴിപ്പിക്കുകയാണ്. നമുക്ക് അത് കാണാൻ സാധിക്കുന്നു. നേരത്തെ എത്തിയതാണോ? നേരത്തെ എത്തിയതാണ്. ഇവിടെ അടുത്താണ് താമസം. ഇതിനു മുമ്പ് ഇവിടെ ഈ പുലിയുടെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നേരത്തെ നമ്മൾ പോർച്ചുഗീസ് എടുത്ത കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നിങ്ങളുടെ സമീപത്തുള്ള ഒരാളാണോ കണ്ടത്? അതെ, പുള്ളി മരം വെട്ടാൻ എന്തോ വന്നപ്പോഴ് പുള്ളി ഇവിടെ കണ്ടതായിരുന്നു. പുള്ളിക്ക് അതിന് ചെറിയ എന്തോ ഇഞ്ചുറി ഉണ്ട്. പുലി ദേഹത്തേക്ക് ചാടി കയറി. പുള്ളിക്ക് എന്തോ ഇഞ്ചുറി ഉണ്ട്, നടക്കാൻ പറ്റാത്ത രീതിയിൽ എന്തോ വീട്ടിൽ കിടപ്പാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് ഇനിയുള്ള നടപടി, പ്രത്യേകിച്ച് നാട്ടുകാരെയൊക്കെ ഒഴിപ്പിക്കുകയാണ്. പുലി വലിയ രീതിയിൽ കുരുങ്ങിയിട്ടില്ല. ഇത് എന്തെല്ലാം കുരുങ്ങി കിടക്കുന്നതെന്ന് മനസ്സിലായി. അത് അറിയത്തില്ല, നമുക്ക് അടുത്തോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അത് കാണാൻ പറ്റുമെന്നുള്ളതേ ഉള്ളൂ, അടുത്തോട്ട് പോകാൻ പറ്റിയിട്ടില്ല. കണ്ടിട്ട് നേരിട്ട് കാണാൻ പറ്റുമെങ്കിൽ, പക്ഷെ അടുത്തോട്ട് പോയി നോക്കാൻ പറ്റിയിട്ടില്ല. തീർച്ചയായിട്ടും. രാഖി, ഞാൻ നിൽക്കുന്നത് ഞാൻ നിൽക്കുന്ന ഈ മലയുടെ താഴെയായിട്ട് നേരെ ദൃശ്യങ്ങളിലേക്ക് നമ്മുടെ ക്യാമറാമാൻ്റെ അടുത്ത് ഒന്ന് സൂം ചെയ്യാൻ പറയാം. ആ ദൃശ്യങ്ങളിലേക്ക് ഇവിടേക്ക് ആ സ്ഥലത്തേക്ക് ആ ദൃശ്യങ്ങൾ നമുക്ക് സൂം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. നമ്മൾ നിൽക്കുന്നത് ഒരു മലയുടെ മുകളിലാണ്. ആ മലയുടെ മുകളിൽ നിന്ന് താഴെ പ്രദേശത്താണ് ഇപ്പോൾ പുലി കുടുങ്ങിക്കിടക്കുന്നത്. നിലവിൽ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വലയിൽ കുടുങ്ങി എന്നതാണ്. പക്ഷേ നമുക്ക് കാട്ടുവള്ളികളിലാണ് ഇപ്പോൾ പുലി കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാട്ടുവള്ളികളിൽ കുടുങ്ങിക്കിടക്കുന്നതായി തന്നെയാണ് ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ബാക്കി ചില നാട്ടുകാരുടെയൊക്കെ പ്രതികരണങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. കാരണം ഞാൻ നിൽക്കുന്ന ഈ മലയുടെ തൊട്ട് സമീപത്തായി മറ്റൊരു മലയുണ്ട്. ആ മലയിൽ നിന്ന് നേരെ റബ്ബർ വെട്ടിക്കൊണ്ടുനിന്ന ഒരു തൊഴിലാളികളുടെ പുറത്തേക്ക്, ശരീരത്തിലേക്ക് ഈ പുലി ചാടിക്കയറി അദ്ദേഹം ബഹളം വയ്ക്കുമ്പോൾ സമീപത്തായി റബ്ബർ വെട്ടിക്കൊണ്ടിരുന്ന മറ്റൊരാൾ ഓടിക്കൂടി എന്നാണ് ഇവിടെയുള്ള നാട്ടുകാരിൽ നിന്ന് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും പുലിയെ അല്പസമയത്തിനകം തന്നെ പിടികൂടാനുള്ള നടപടിയിലേക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കടക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ്. അല്പസമയത്തിനകം തന്നെ DFOയും ഒപ്പം തന്നെ ഫോറസ്റ്റിന്റെ ഡോക്ടർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തും. ഡോക്ടർ വന്നതിന് ശേഷം മയക്കുവെടി വെച്ചതിന് ശേഷമായിരിക്കും പുലിയെ പിടികൂടുക എന്നാണ് ഇപ്പോൾ നമുക്ക് ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നത്. പക്ഷേ ഉദ്യോഗസ്ഥർ ഇതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം ഇതുവരെ നടത്തിയിട്ടില്ല. എന്തായാലും മറ്റു കുറച്ച് നാട്ടുകാരുടെയും കൂടെയൊക്കെ പ്രതികരണത്തിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങൾ ഈ പ്രദേശത്തുള്ള ആളാണോ?
അതെ, എൻ്റെ പേര് അജിത്ത് എന്നാണ്. ഞാൻ ചാക്കപ്പാറ എന്ന പ്രദേശത്ത് താമസിക്കുന്ന ആളാണ്. അപ്പോൾ ഈ വാർഡിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്ന ആളെന്ന രീതിയിൽ ഞാൻ രാവിലെ ഒരു 8 മണിയായപ്പോഴാണ് ഈ വാർത്ത അറിയുന്നത്. അപ്പോൾ അറിഞ്ഞുടനെ ഓടി വന്നു. അപ്പം നമ്മളെ ഉദ്യോഗസ്ഥന്മാരും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്നും നമുക്ക് ഇത് പറഞ്ഞാൽ നല്ല സഹകരണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും കൂടെ നമ്മൾ പിന്നെ പുലി ഇപ്പോൾ കുടുങ്ങി കിടക്കുന്നത് കണ്ടു. അപ്പോൾ ഇനി അടുത്തുള്ള എങ്ങനെയാണ് പുലി കിടക്കുന്നത്? നേരത്തെ നമ്മൾ വാർത്തകൾ വന്നത് വലയിൽ, ഈ അതിരിതിരിക്കാനായി കെട്ടിയ വലയിൽ കുടുങ്ങിയെന്നാണ്. പക്ഷേ ഇപ്പോൾ കാട്ടുവള്ളിയിൽ കുടുങ്ങി കിടക്കും പോലെയാണ് തോന്നുന്നത്. അങ്ങനെയാണ് തോന്നുന്നത്. അത് പുലി പിന്നെ RRT ടീമൊന്ന് മൈക്കോടി വെച്ച് കണ്ടാൽ യഥാർത്ഥത്തിൽ നേരിട്ട് കണ്ടാൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാനും മലയിലേക്ക് നമുക്ക് എത്താൻ കഴിയാത്തതുകൊണ്ട് എങ്ങനെയാണ് കുടുങ്ങി കിടക്കുന്നതെന്നൊരു വ്യക്തത. അതെ വന്നിട്ടില്ല. അതിന് ഉടനെ അതിൻ്റെ ഒരു കാര്യത്തിലേക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഗി അല്പസമയത്തിനകം തന്നെ ഡോക്ടറെത്തി അവർ മയക്കുവെടി വയ്ക്കാനുള്ള ഒരു നടപടിക്രമത്തിലേക്കാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കടക്കുന്നത്. ഒപ്പം തന്നെ ഈ നാട്ടുകാർ ഒരു ഭീതിയിലാണോ ഈ പ്രദേശത്ത്? ഇപ്പോൾ ഞങ്ങൾ ഇത് ഇങ്ങനെ അകപ്പെട്ടു എന്ന് പറഞ്ഞ് കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ വെള്ളട പനച്ചമൂട് എന്നുള്ള സ്ഥലത്താണ് വരെയാണ് ഇത് കാണാൻ. കുറേ നടന്ന് കഷ്ടപ്പെട്ടായിരിക്കും ഇങ്ങോട്ട് കയറാൻ. അപ്പോൾ നമുക്ക് മറ്റ് ഇവിടെയുള്ള സമീപവാസികളോട് തന്നെ ചോദിക്കാം. നിങ്ങൾ ഇവിടെയുള്ള മനസ്സിലാകുന്നത് അതൊരു റബ്ബർ തോട്ടമാണ്. പട്ടികളും പൂച്ചകളും എല്ലാത്തിനും കൊണ്ടുപോകണതാണ്. ഇത് നേരത്തെ അങ്ങനെ കൊണ്ടുപോ തിരുവനന്തപുരം അമ്പൂരിയിൽ പുലി അവിടെ വള്ളികൾക്കിടയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്ത് വരുന്നത്. ഈ പുലിയെ പിടികൂടാനുള്ള ഒരു ശ്രമമാണിപ്പോൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. നെയ്യർ ഡാം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ RRT ടീം, നെയ്യർ പോലീസ് സ്റ്റേഷൻ CI എന്നിവർ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ്, അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിനീഷ് പ്രദേശത്തുണ്ട്, നാട്ടുകാരുമായി സംസാരിക്കുകയായിരുന്നു. നമുക്ക് ചെറിയ റേഞ്ചിന്റെ പ്രശ്നം, നമുക്കറിയാം അതൊരു മലയൊക്കെ ആയിട്ടുള്ള പ്രദേശമാണ്, അതുകൊണ്ട് തന്നെ ചില റേഞ്ച് പ്രശ്നങ്ങളുണ്ട്. വിനീഷ് ലൈനിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വിനീഷ് റേഞ്ച് കുറവടാ. വിനീഷ് തുടരാം. വിനീഷ്, അതൊരു റബ്ബർ തോട്ടമാണ് എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ മനസ്സിലാകുന്നത്. എത്ര അടുത്താണ് ഒരു ജനവാസ മേഖല എന്ന് പറയുന്നത്? ഒരു മലപ്രദേശമാണ്. ഈ സമീപത്തായിട്ട് ഞാൻ നിൽക്കുന്ന ഇതൊരു റബ്ബർ തോട്ടമാണ്. ഈ സമീപത്തായിട്ട് ഈ വനവാസി വിഭാഗത്തിൽപ്പെടുന്ന നിരവധി പേർ ഇവിടെ താമസിക്കുന്നുണ്ട്. നമ്മൾ ഈ പ്രദേശത്തേക്ക് നടന്നു വരുന്ന സമയത്ത് തന്നെ ഏകദേശം 4-ലധികം വീടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെയൊക്കെ ജനവാസ മേഖലയാണ്. ഈ ജനവാസ മേഖലയിൽ മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പട്ടിയെ പിടികൂടുക, ആടിനെ, അവരുടെ വളർത്തുമൃഗങ്ങളെ പിടികൂടുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടായി. പക്ഷേ ആ സമയത്തൊന്നും പോലും സ്ഥിരീകരണം നടത്താൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെയാണ് ഇന്ന് രാവിലെയോടുകൂടി അവർക്ക് ഇവരെ കാണാൻ സാധിക്കുന്നതും നിലവിൽ ഈ പുലിയുടെ കൃത്യമായി തന്നെ പുലിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ റബ്ബർ തോട്ടത്തിൽ റബ്ബർ തൊഴിലാളി രാവിലെ റബ്ബർ വെട്ടുന്നതിനിടയിലാണ് ഈ പുലിയെ ശ്രദ്ധയപ്പെടുന്നത്. ഞാൻ നിൽക്കുന്നതിന് സമീപത്തായി മുകളിലായിട്ടാണ് ഈ പുലി നിന്നിരുന്നത്. അവിടെ നിന്ന് ആ മുകളിലെ മലയിൽ നിന്ന് നമ്മുടെ ക്യാമറാമാൻ നിൽക്കുന്ന മലയിലേക്ക് ചാടി എന്നാണ് ദൃക്സാക്ഷി പറയുന്നത്. ഇതിന് സമീപത്തായിട്ടായിരുന്നു, ഈ നമ്മുടെ ക്യാമറാമാൻ നിൽക്കുന്ന മലയുടെ സമീപത്തായിരുന്നു മറ്റാൾ ഈ റബ്ബർ തൊഴിലാളി അല്ലെങ്കിൽ ഈ തൊഴിലാളി റബ്ബർ വെട്ടിക്കൊണ്ടിരുന്നത്. ഈ സമയത്താണ് പുലി അവിടേക്ക് ചാടുന്നതും അദ്ദേഹം ബഹളം വയ്ക്കുകയും ചെയ്യുന്നത്. ഭാഗ്യവശാൽ അയാൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെറിയ പരുക്കുകളും ആ തൊഴിലാളിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് ഇവിടെയുള്ള തൊട്ട് സമീപത്തായി താമസിക്കുന്ന കുറച്ച് പേരും കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഇവിടെ തൊട്ടടുത്തല്ലേ വീട്? അപ്പുറത്ത് തന്നെ അപ്പുറത്ത് തന്നെ നമുക്ക് ശല്യമുണ്ട്. നിങ്ങളുടെ വളർത്തുമൃഗങ്ങളെ ഏതെങ്കിലുമൊക്കെ പിടിച്ചിരുന്നു? ആട്ടിനൊക്കെ പിടിച്ചോണ്ട് പോയി. ആട്, പട്ടി എല്ലാം പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. ശല്യമാണ്. പൂച്ചയും ആടിനെ ഒന്നും വളർത്താൻ പറ്റൂല, ഇതിന്റെ ശല്യം. രാത്രി വന്ന് പിടിച്ചോണ്ട് പോണത്. പിന്നെ നമ്മൾ രാവിലെ റബ്ബർ വെട്ടാൻ പോകുമ്പോഴും പിന്നെ നമുക്ക് അപകടം എന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടമാണ്. നമ്മളെ പേടിച്ചാണ് ജീവിക്കുന്നത്. അത്രയേ ഉള്ളൂ. പക്ഷെ മുൻകാലങ്ങളിൽ ഇത് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ലല്ലോ. പക്ഷെ ഇങ്ങനെ ഒരു ഭയം മാത്രമല്ലേ പറഞ്ഞു കേൾവിയുള്ളൂ. അത് ഒഴിഞ്ഞു നടക്കുന്ന ജീവിയാണത്. തിരുവനന്തപുരം അമ്പൂരിയിൽ പുലി വള്ളികൾക്കിടയിൽ കുടുങ്ങിയിരിക്കുകയാണ്. ആ പുലിയെ പിടികൂടാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്ത് നടന്ന് വരുന്നത്. എന്തായാലും ഭീതിയിലാണ് അവിടുത്തെ പ്രദേശവാസികൾ എന്നുള്ളതാണ് വിനീഷാണ് സ്ഥലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.